ചുണ്ണോട്ട, വയനാട്ടിൽ നാമെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലുമാണ് പ്രിയങ്ക ഗാന്ധി വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPIയുടെ മുതിർന്ന നേതാവായ സത്യൻ മുഖേരി വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. BJP തങ്ങളുടെ വോട്ടുകൾ ഒരു പരിധിവരെ നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ അവസാന ഘട്ടം തോന്നുന്നത്? 2 ലക്ഷത്തിന് പുറത്തായിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം. വയനാട് നമുക്കറിയാവുന്ന പോലെ തന്നെ UDFൻ്റെ ഉറച്ച കോട്ടയാണ്. അവിടെ ഭൂരിപക്ഷം എത്ര ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അല്ലാതെ പ്രിയങ്ക ഗാന്ധി പരാജയപ്പെടുമോ എന്നുള്ളതല്ല ചർച്ച ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടും. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റിയാൽ അതൊരു വിജയമായി എതിർപക്ഷത്തിന് വേണമെങ്കിൽ പറയാം എന്ന തരത്തിലാണ് അവിടുത്തെ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അനായാസം അവർ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്കെതിരെ ചിലപ്പോൾ ഭൂരിപക്ഷം കുറയാം എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും അത്തരത്തിലേക്കൊന്നും ഉണ്ടാകുന്നില്ല. അവർ ഏകപക്ഷീയമായി തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു തവണ മാത്രമാണ് അവിടെ കോൺഗ്രസ് വളരെ താഴോട്ട് പോയത്. MI ഷാനവാസ് മത്സരിച്ച ഒരു തവണ അദ്ദേഹം MP ആയിരുന്നു. പിന്നീട് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 20,000 മറ്റോ വോട്ടിന് അദ്ദേഹം അങ്ങനെ കഷ്ടിച്ചാണ് അദ്ദേഹം ജയിക്കുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മണ്ഡലം ആ സമയത്ത് ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമായി മാറിയാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും ആ മണ്ഡലം രൂപം കൊണ്ട് അതിൻ്റെ ഈ വയനാട് മണ്ഡലത്തിൻ്റെ തന്നെ വയനാട് ജില്ലയുടെ തന്നെ പ്രത്യേകത അതാണ്. വയനാട് മണ്ഡലം എന്ന് പറയുമ്പോഴും വയനാടും മലപ്പുറവും ഒക്കെ ചേരുന്ന കോഴിക്കോടും ചേരുന്ന ജില്ലകൾ ചേരുന്നതാണ് വയനാട് മണ്ഡലം. വയനാട്ടിൽ പൊതുവെ വയനാട് മണ്ഡലത്തിൽ തന്നെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അവിടെ കുടിയേറ്റക്കാരും മറ്റ് ആദിവാസികളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ കർഷകരും ചേർന്ന സമൂഹമാണ്. അവിടെ പണ്ട് മുതൽ തന്നെ ന്യൂനപക്ഷങ്ങളുണ്ട്. അത് മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മണ്ഡലങ്ങളുണ്ട്. അല്ല, ഈ വയനാട്ടിൽ നേരത്തെ മുതൽ തന്നെ വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് UDF അനുകൂല ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. പിന്നീട് മലപ്പുറം കൂടെ ചേരുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ വോട്ടും കൂടെ ചേരുമ്പോൾ അവിടുന്ന് വല്ലാത്ത കരുത്തിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും അതെല്ലാം UDFൻ്റെ അനുകൂല മണ്ഡലങ്ങളാണ്. ഇപ്പോൾ കൽപ്പറ്റ അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളൊക്കെ ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥിരമായി അവിടെ UDF ജയിക്കുന്നതാണ്. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സിദ്ദിഖാണ്. സിദ്ദിഖാണ് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മാറി തിരിഞ്ഞൊക്കെ വരുന്ന ശ്രേയംസ് കുമാർ ഉണ്ടായിരുന്നു. പിന്നെ വീരേന്ദ്രകുമാർ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ ജയിച്ചിരുന്നു. അതിനൊക്കെ മാറ്റം മാറിയും തിരിഞ്ഞും വരുന്ന തരത്തിലൊക്കെ ഉണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ആളുകൾ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ആ മണ്ഡലത്തെ ഉപേക്ഷിച്ച് പോയപ്പോൾ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. രാഹുൽ ഗാന്ധിയോടുള്ള ഒരു ചെറിയ അനാവശ്യമായ തെരഞ്ഞെടുപ്പിലേക്ക് ആ മണ്ഡലത്തിലെ ആളുകളെ വലിച്ചഴച്ചു എന്നുള്ള ഒരു ചിന്ത ആളുകൾക്കുണ്ട്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. അവിടെ ഒരു നോട്ട നമുക്ക് ഇതുവരെയുള്ള കണക്ക് പ്രകാരം 2112 വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ നോട്ടയ്ക്ക് ചെയ്തിട്ടുള്ളത്. കാരണം അനാവശ്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ആ മണ്ഡലത്തിനെ വലിച്ചിഴച്ചു എന്നുള്ള തോന്നലുള്ള ആളുകളായിരിക്കാം ഈ 2112 വോട്ട് നോട്ടയ്ക്ക്. അത് ഇനിയും കൂടാം, നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് അത് വയനാട്ടിലാണ്. വയനാട്ടിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരൻ രാഹുൽ ഗാന്ധിയും മത്സരിച്ചത്. ആദ്യത്തെ തവണ രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കേരളത്തിലെ ആളുകൾ വിശ്വസിക്കുകയും വലിയ തരംഗമുണ്ടാകുകയും ആ തരംഗത്തിൽ ഇവിടെ പരാജയപ്പെടും എന്ന് വിചാരിച്ചിരുന്ന പലരും വിജയിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. ഇത്തവണയും അദ്ദേഹം ജയിച്ചു. 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. റായ്ബറേലി അദ്ദേഹം സ്വീകരിച്ച് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യുകയുള്ളൂ. കാരണം റായ്ബറേലിയിൽ വിജയിച്ച് റായ്ബറേലി ഉപേക്ഷിച്ചാൽ പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഹിന്ദി ഹൃദയഭൂമിയിൽ ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് ഏത് നിമിഷവും അദ്ദേഹത്തിന് വീണ്ടും വന്നു നിന്നാലും മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ബുദ്ധിപരമായ നീക്കമാണ്. അല്ലാതെ വയനാട് നിലനിർത്തി റായ്ബറേലി ഉപേക്ഷിച്ചാൽ അതോടുകൂടി അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരമായി അത് മാറുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഈ സ്ഥാനം വഴി. ഞാനത് നിങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബമാണ്, അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്,
എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ തൊട്ടാണ് ആളുകൾ പിന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹം പരന്നു തുടങ്ങുന്നത്. ആളുകൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനായിട്ട് വരുന്നു. പ്രിയങ്കയുടെ ആദ്യത്തെ മത്സരമാണ്, ഉപതെരഞ്ഞെടുപ്പാണ്. ആ മത്സരത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടത് അവരെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് കൂറു പുലർത്തുന്ന വോട്ടർമാർ അല്ലെങ്കിൽ UDFനോട് കൂറു പുലർത്തുന്ന വോട്ടർമാർ, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സത്യം മൊഹേരിക്ക് അനുകൂല ആനി രാജയാണ് നേരത്തെ വന്ന് മത്സരിച്ച ദേശീയ നേതാവാണ്. അതും അവിടെ അന്ന് ചർച്ചയായതാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ, ആനി രാജ ഒരു ദേശീയ നേതാവാണ്, രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. ആനി രാജയേക്കാൾ ആ മണ്ഡലവുമായി അടുപ്പം സത്യം മൊഹേരിക്കാണ്. അപ്പോൾ അന്ന് അതൊരു ചർച്ചയായി. കാരണം ഒരേ സഖ്യത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം മത്സരിക്കുന്നു എന്ന് ചർച്ചയായതാണ്. അത് തന്നെ പിന്നീട് ഇപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഒരേ മുന്നണിയിൽ നിൽക്കുന്നു, അവരിവിടെ വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ചർച്ചയായിട്ടുണ്ട്. രണ്ടാമത് രാഹുൽ ഗാന്ധി രാജിവെച്ചു പോയി എന്നുള്ളത് ജനത്തെ അത്ര കണ്ടൊന്നും അങ്ങനെ സ്വാധീനിച്ചില്ല. കാരണം രാഹുൽ ഗാന്ധി രാജിവെച്ചതിന് ശേഷം, മണ്ഡലം ഉപേക്ഷിച്ചതിന് ശേഷം വേറൊരാളാണ് വരുന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ചർച്ചയായി മാറിയേനെ. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ രാഹുലിൻ്റെ സഹോദരിയാണ്. അപ്പോൾ രാഹുലിൻ്റെ സഹോദരി തന്നെയാണ് അവിടെ വരുന്നത് എന്നുള്ളതുകൊണ്ട് ആ കുടുംബത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ കുടുംബാംഗം തന്നെയാണ് വരുന്നത് എന്നുള്ള ചിന്ത വോട്ടർമാരിലുണ്ടാകുന്നു. രാഹുൽ രാജിവെച്ച് പോകുന്നു, ഇവിടുന്ന് തന്നെയുള്ള വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മത്സരം ഉറപ്പായും കടുത്ത മത്സരം ഉണ്ടായേനെ. വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ഇത്രയും കാണുന്ന ഭൂരിപക്ഷമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നല്ല മത്സരം ഉണ്ടാകുമായിരുന്നു. ആ മത്സരത്തിന് വേറൊരു തരത്തിലുള്ള ഭാവം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പ്രിയങ്ക ആയതുകൊണ്ട്, രാഹുലിൻ്റെ സഹോദരി ആയതുകൊണ്ടും അങ്ങനെയൊന്നും വരുന്നില്ല. ഏകപക്ഷീയമായി ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് എത്രമാത്രം ഭൂരിപക്ഷം ഉയർത്താൻ പറ്റുമോ അതുമാത്രമാണ് ഇനിയിപ്പോൾ ആളുകൾ നോക്കുന്നത്. എത്ര ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകും. പ്രിയങ്ക വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ വാർത്തയാകണമെന്നില്ല. ഭൂരിപക്ഷം കുറയുമ്പോഴാണ് വാർത്തയാകുന്നത്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 1 ലക്ഷമാണ് എന്ന് പറയുമ്പോഴാണത് വാർത്തയാകുന്നത്. ഇത് പ്രിയങ്കയുടെ ഭൂരിപക്ഷം ക്രമാനുഗതമായി വർദ്ധിക്കുന്നു. 2 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ ആയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈസിയായി അവർ ജയിക്കുന്നു. ആ മണ്ഡലം UDFനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. വയനാട്ടിൽ ആരെ ഈ നേതാക്കൾ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. കാരണം ഈ മലപ്പുറത്തുള്ള ജില്ലകൾ 3 മണ്ഡലങ്ങൾ UDF അനുകൂലമായ അല്ലെങ്കിൽ ലീഗിന് കരുത്തുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ പ്രചരണ സമയത്ത് ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാനൊന്നും സമ്മതിച്ചില്ല. അത് ഉത്തരേന്ത്യയിൽ വലിയ ചർച്ചയാകും. പച്ചക്കൊടിയാണല്ലോ ലീഗിൻ്റെ, പച്ച പാകിസ്ഥാൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് ആ തരത്തിൽ കഴിഞ്ഞ രാഹുൽ ഗാന്ധി നിന്ന സമയത്ത് ആദ്യത്തെ തവണ ഉത്തരേന്ത്യയിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റിയിരുന്നു. അപ്പോൾ വിജയിച്ചാൽ കൊടി പറത്താമെന്ന് തോന്നുന്നു. വിജയിച്ചാൽ കൊടി പറത്തും. അതിനു മുമ്പ് മറ്റേ ബലൂണൊക്കെ പറത്തി കളറില്ലാത്ത ആളുകളും ഒക്കെ ആയിട്ടാണ് പച്ച ഉപേക്ഷിച്ച. ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ പച്ച പിടിച്ചു വരുമ്പോൾ ഉറപ്പായും പച്ചയുമായിട്ട് ആളുകൾ രംഗത്ത് വരാൻ എനിക്കൊന്ന്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോൾ പച്ചയായിട്ട് ആളുകൾ ഇറങ്ങിയോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്തും പച്ചയ്ക്ക് വിലക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പച്ച എന്ന് പറയുന്നത് അപ്പോൾ വിലക്കിയെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്തത് അങ്ങനെ തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാനോ ഒക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങളോ ഇഷ്യൂസോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായി ദേശീയ തലത്തിൽ ഒരു പ്രധാന നേതാവായി മാറാനുള്ള അവസരമുണ്ട്. അതെ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി, ഈ വിജയത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ അവരുടെ വേറൊരു തലത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നു എന്നുള്ളത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.